അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 30, 2026 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അവിടെ ഒരു ഓട്ടോ പാർട്സ് കട നടത്തിയിരുന്ന ഒരാളുടെ പേരായിരുന്നു ജയനാഥ്. അന്നത്തെ ദിവസവും രാവിലെ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 8-8:30 ടൈമായപ്പോൾ കടയിലോട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ആൾ പോകുന്ന വഴിയിൽ ഒരു വളവ് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ സൈഡിലൊരു കുറ്റിക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പാസ് ചെയ്തിട്ട് വേണം ആൾക്ക് കടയിലോട്ട് പോകാൻ. ആളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ആ ഒരു കുറ്റിക്കാട്ടിൽ ആരോ കിടക്കുന്നതായിട്ട് ആൾ കാണുകയാണ്. 2 കാലാണ് ആൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും തലേ ദിവസം 2 അടിച്ച് ഓഫായിട്ട് അവിടെ കിടക്കുന്നതായിരിക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു ആൾക്ക് ആദ്യം വന്നത്. അങ്ങനെ ആൾ നടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ ആൾ അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോഴാണ് ആൾ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. അതൊരു സ്ത്രീ ആയിരുന്നു. അതേപോലെ തന്നെ പൂർണ്ണ നഗ്നയായിട്ടായിരുന്നു ആ ഒരു സ്ത്രീ കിടക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവരുടെ മുഖം എന്തോ കല്ല് പോലെ എന്തോ വെച്ചിട്ട് അടിച്ച് ചതച്ചിട്ടും ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കോലത്തിലുള്ളൊരു മൃതദേഹമായിരുന്നു അത്. ഇത് കണ്ട് ഷോക്കായ ആൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവായിരുന്നു. നാട്ടുകാരൊക്കെ വിവരമറിയിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഉടനെ തന്നെ പോലീസിനെയും വിവരമറിയിച്ചു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോഴത്തേനും നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രൈം സീനും മറ്റൊക്കെ സെക്യൂർ ചെയ്യാണ്. അതിനുശേഷം ഫോറൻസിക് ടീമും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് കൂടെ അങ്ങോട്ട് എത്തുകയായിരുന്നു. ഡോഗ് സ്ക്വാഡ് എത്തി. സ്നിഫർ ഡോഗ് അവിടെ നിന്ന് സ്മെൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയിട്ടുള്ള ഒരു പാലത്തിൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ അവർക്ക് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറിയിട്ടായിരിക്കാം കൊലപാതകൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഫോറൻസിക് ടീം അനലൈസ് ചെയ്തപ്പോൾ അവിടെ 3 സ്ഥലങ്ങളിൽ ചെറുതായിട്ട് സ്ട്രഗിൾ നടന്നതിൻ്റെ കാരണങ്ങളൊക്കെ കാണാനുണ്ട്. സോ ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു ഏരിയയിൽ തന്നെയാണ് എന്നുള്ളതും ഫോറൻസിക് ടീമും കൺഫേം ചെയ്യുകയായിരുന്നു. പിന്നെ പോലീസുകാർ നോക്കുമ്പോൾ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സും ഇല്ല, ദേഹത്താണെന്നുണ്ടെങ്കിൽ ടാറ്റൂസോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല, പിന്നെ ഒരു ഓർണമെൻറ്റ്സോ ഒന്നുമില്ല. പിന്നെ പോരാത്തതിന് മുഖമാണെന്നുണ്ടെങ്കിൽ ചതച്ചു വെച്ചതുകൊണ്ട് തന്നെ അതാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ആ ഒരു സ്ത്രീയുടെ ബിലോങ്ങിങ്സോ മറ്റോ ചുറ്റും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ ആ ഒരു പരിസരത്ത് നിന്ന് അതിൻ്റെ ചുറ്റുമൊക്കെ പോലീസുകാർ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഏകദേശം ഒരു 30-35 ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ് മരിച്ചത് എന്നുള്ളത് മാത്രമായിരുന്നു പോലീസിന് കണ്ടെത്താനായ ഒരേ ഒരു കാര്യം. അപ്പോൾ ആരാണ് ആ ഒരു സ്ത്രീ? ആരാണ് അവരെ അത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർ ആ ഒരു സ്നിഫർ ഡോഗ് വന്ന് നിന്ന സ്ഥലത്ത് വേറെ എന്തെങ്കിലും CCTV വിഷ്വൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആ ഏരിയയിലൊന്നും CCTV ഇല്ല. എന്നാൽ ആ ഒരു റോഡ് പോകുന്ന വഴിയിൽ അവിടെ ഇവിടെയും ചെറിയ ജംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കംപ്ലീറ്റ് CCTV വിഷ്വൽസും അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കൃത്യം നടത്തിയത് ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഈ ഒരു വഴി അങ്ങോട്ടുള്ള ഡയറക്ഷനിലും അതേപോലെ തന്നെ ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പരിശോധിക്കുകയായിരുന്നു. പിന്നെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നതിനനുസരിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് ഈ ഒരു സ്ത്രീക്ക് 30-35 ഇടയിൽ പ്രായമുണ്ട്. അതേപോലെ തന്നെ മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്ന്. അതായത് ഏകദേശം ഒരു അർദ്ധരാത്രി ആയിരിക്കാം ഈ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലും മറ്റൊക്കെ ഇത്തരത്തിലുള്ള വല്ല മിസ്സിംഗ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ പോലീസുകാരെ അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ ചുറ്റുവട്ടത്തൊന്നും തന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ഒരു രാത്രി 9 മണി 10 മണി തുടങ്ങിയിട്ട് ഒരു വെളുപ്പിന് 2 മണി 3 മണി വരെയുള്ള CCTV വിഷ്വൽസിൽ കൂടുതലായിട്ട് പോലീസുകാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് അവർ അനലൈസ് ചെയ്തിട്ടും ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ രണ്ടാമത്തെ ദിവസവും ഇതേപോലെ തന്നെ ഒരു CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽ വിടുകയാണ്. ഒരു ബാങ്കിൻ്റെ അവിടുത്തെ ഒരു CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 പേരും എന്താ പറയുക ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് അലമ്പുണ്ടാക്കുന്നതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഒരു പുരുഷനും 2 സ്ത്രീകളും ആയിരുന്നു. അതിനുശേഷം ഈ ഒരു ഓട്ടോക്കാരൻ പോകുന്നുണ്ട്, ഇവർ 3 പേരും വേറെ അങ്ങോട്ടോ പോകുന്നുണ്ട്. അതിനുശേഷം ഒരു സ്കൂട്ടറിന് ഇവർ 3 പേരും ഒരു ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്കൂട്ടർ തിരിച്ചു വരുന്ന സമയത്ത് 2 പേരേ ഉള്ളൂ. അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും, വേറൊരു സ്ത്രീ മിസ്സിംഗ് ആണ്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ഫുട്ടേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർ വലിയവരായിട്ട് ബോധർ ചെയ്യാറൊന്നുമില്ലല്ലോ. പക്ഷേ ഇതൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ളത് ഒരു സ്ത്രീയാണ്. സോ ഇവർ 2 പേരും കൂടെ ചേർന്ന് മൂന്നാമതുണ്ടായ ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു വണ്ടിയെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞിട്ട് പോലീസുകാർ അന്വേഷണം തുടരാനായിട്ട് തുടങ്ങി. പിന്നെ ആ ഒരു CCTV വിഷ്വലിൽ വലിയ ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ AI ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ എൻഹാൻസ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് RTO നമ്പർ
നമ്പർ കിട്ടി. ആ നമ്പർ വെച്ചിങ്ങായിട്ട് ആ ഒരു നീല സ്കൂട്ടിയുടെ ഓണർ ആരാണെന്ന് പരിശോധിക്കുമ്പോൾ രാംവിലാസ് എന്ന് പറയുന്ന ഒരാളാണ് ആ ഒരു വണ്ടിയുടെ ഓണർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ ഒരു ബാങ്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ മാറിയിട്ടായിരുന്നു ആളുടെ വീടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ഈ ഒരു രാംവിലാസിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ആളുടെ അടുത്ത് ആളുടെ സ്കൂട്ടറിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരു നീല സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം 10-11 മണി ടൈമൊക്കെ ആയപ്പോൾ നിങ്ങളുടെ സ്കൂട്ടർ എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങേറ്റ് പോലീസുകാർ ആളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ രാത്രി സമയത്ത് തൻ്റെ മരുമകനായിട്ടുള്ള വിജയ് ഈ ഒരു സ്കൂട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് ആ സ്കൂട്ടർ കൊടുത്തു എന്നുള്ള കാര്യം ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ പോലീസുകാർ നിൽക്കുന്ന സമയത്താണ് ആ ഒരു സ്കൂട്ടർ വീട്ടിലോട്ട് കയറി വരുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, ഈ ഒരു വിജയ് തന്നെയായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ ഒരു വ്യത്യാസം, അതായത് CCTVയിൽ ഇയാൾക്ക് താടിയുണ്ട്, മീശയുണ്ട്, മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ആൾ മുടി മുഴുവൻ പറ്റ വെട്ടിയിട്ടുണ്ട്, താടി മീശയൊക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ട്, അതായത് ഫുൾ പറ്റ വെട്ടിയിട്ടുണ്ട്. അതായത് CCTVയിൽ കണ്ട ആളെക്കാട്ടിലും ഭയങ്കര വ്യത്യാസമുണ്ട് പെട്ടെന്നുകൊണ്ട് തന്നെ കാണുമ്പോൾ. അപ്പോൾ എന്തൊക്കെയോ ഒരു പന്തികേട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പോലീസ് മണക്കുകയാണ്. അങ്ങനെ പോലീസിന് വണ്ടിയേയും കിട്ടി, ആളെയും കിട്ടി. ഉടനെ തന്നെ പോലീസുകാർ വിജയെ കസ്റ്റഡിയിലെടുക്കുകയാണ്. അതിനുശേഷം ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ തന്നെയായിരുന്നു ആളുടെ സ്വദേശം. ആളുടെ അച്ഛൻ്റെ പേര് രമേശ് എന്നായിരുന്നു, ദേവി എന്നായിരുന്നു ആളുടെ അമ്മയുടെ പേര്. അവർ ടോട്ടൽ 5 സിബ്ലിങ്സ് ആയിരുന്നു. ആൾക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നു, സന്തോഷ് എന്നായിരുന്നു ആളുടെ പേര്. പിന്നെ അഞ്ജു, മഞ്ജു, രഞ്ജു എന്ന് പറയുന്ന 3 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ തന്നെയായിരുന്നു ഈ വിജയ് ജനിച്ചതും അതേപോലെ തന്നെ പഠിച്ചതും എല്ലാം തന്നെ. അതിനുശേഷമാണ് ബോംബെയിൽ വർക്ക് ചെയ്തിരുന്ന തൻ്റെ ചേട്ടനായിട്ടുള്ള സന്തോഷിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ആൾ ആ സമയത്ത് അവിടെ ഒരു പെയിൻറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. 2012 ടൈമിലൊക്കെയാണ് കേട്ടോ ഇയാൾ നേരെ ബോംബെയിലോട്ട് എത്തുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ആൾ ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ആൾക്ക് ഏജൻ്റായിട്ട് ജോലി ലഭിക്കുകയാണ്. അപ്പോൾ ആളുകളെ ചേർക്കുന്നതിനനുസരിച്ചിട്ടായിരുന്നു ഇയാളുടെ പൈസ. അതായത് ഒരു ബേസ് സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും കൂടുതൽ ആളുകളെ ചേർക്കുന്നതിനനുസരിച്ചിട്ട് നല്ല കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നല്ല രീതിയിൽ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാലറിനെക്കാട്ടിലും കൂടുതൽ കമ്മീഷൻ ഇനത്തിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആൾ കൂടുതലായിട്ട് ആളുകളെ ചേർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ പത്രത്തിലും മറ്റൊക്കെ പരസ്യവും കൊടുത്തു. അതായത് നമുക്ക് ഇൻഷുറൻസിന് ആളെ ചേർക്കാനായിട്ട് ഒരാൾ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്രപരസ്യം. ആ ഒരു പത്രപരസ്യം കണ്ടിട്ടാണ് പ്രിയ ഷെട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ അയാളെ കോൺടാക്ട് ചെയ്യുന്നത്. അതിനുശേഷം അവരും എന്താ പറയുക ഇതേപോലെ തന്നെ ആളുകളെ ഇയാളുടെ അണ്ടറിൽ ഇൻഷുറൻസിലും മറ്റൊക്കെ ചേർക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ പേരിൽ അവർക്കും ഇയാൾ കമ്മീഷൻ കൊടുക്കാനായിട്ട് തുടങ്ങി. ഇയാൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ കമ്മീഷനൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ പതിയെ പതിയെ വിജയുടെയും പ്രിയയുടെയും പ്രണയം ഒരു സൗഹൃദമായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ ഒരു പ്രിയ ഷെട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അമ്മയുടെ ആദ്യത്തെ വിവാഹത്തിലുണ്ടായ പെൺകുട്ടിയാണ് ഈ പ്രിയ. പിന്നെ അവരുടെ അമ്മ അതിനുശേഷം രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അതിൽ 2 വേറെ മക്കളോട് ഉണ്ടായിരുന്നു. അതായത് അവർക്ക് 2 വേറെ സിസ്റ്റേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അനുഷ്യ, കിരൺ എന്നായിരുന്നു അവരുടെ 2 പേരുടെയും പേര്. അപ്പോൾ അമ്മയുടെയും ബാക്കിയുള്ള സിസ്റ്റേഴ്സിൻ്റെയും കൂടെ ആയിരുന്നു ഈ ഒരു പ്രിയ താമസിച്ചിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വിജയുടെ കൂടെ ഒരുമിച്ച് താമസിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ 2 പേരും കൂടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. വിജയും ആ ഒരു സമയത്ത് ആളുടെ ബ്രദറായിട്ടുള്ള സന്തോഷിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. പിന്നെയാണ് ഇവർ 2 പേരും ഒരുമിച്ച് താമസവും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിനിടയിൽ ഈ ഒരു പ്രിയ പ്രഗ്നൻ്റ് ആവുകയാണ്. പ്രിയ പ്രഗ്നൻ്റ് ആയപ്പോൾ വിജയ് ആകെപ്പാടെ പാനിക്കായി. ആൾക്കത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ആളൊരൊറ്റ മുങ്ങാണ്. അപ്പോൾ പ്രിയക്കാണെന്നുണ്ടെങ്കിൽ തൻ്റെ വയറ്റിലൊരു കുട്ടിയുണ്ട്, കല്യാണമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുമില്ല. കുട്ടിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ മുങ്ങുകയും ചെയ്തു. ആകെപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് അവരെത്തുകയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാതെ അവരാകെപ്പാടെ പകച്ച് നിന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് വിജയ് എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മുംബൈയിൽ നിന്ന് മുങ്ങിയിട്ട് ഗോരഖ്പൂരോട്ട് പോയി കുറച്ച് ദിവസം അവിടെ നിന്നു. അതിനുശേഷം പിന്നെയും മുംബൈയിലോട്ട് വന്നിട്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്നിട്ടായിരുന്നു പിന്നെ ആൾ ബാക്കി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. പോലീസിൽ ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഡയറക്റ്റായിട്ട് പോലീസുകാർ ഈ ഒരു വിജയനെ ട്രാക്ക് ചെയ്യാണ്. അതിനുശേഷം ആളെ എടുത്ത് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം നീ നോക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പ്രശ്നത്തിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ 2 പേരെയും സമാധാനിപ്പിച്ച് വിടുകയാണ്. അതിനുശേഷം വീണ്ടും ഈ ഒരു വിജയ് എന്താ ചെയ്യുക പ്രിയയുടെ കൂടെ പോവുമായിരുന്നു. പിന്നീട് പ്രിയയുടെയും അതേപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ നോക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്താ പറയുക പ്രിയ അവസാനം പ്രസവിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ പേരിടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെയും ആള് മുങ്ങായിരുന്നു. ഇതിനിടയിൽ പ്രിയയുടെ നിർബന്ധപ്രകാരം ഇവർ 2 പേരും മാരേജും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ മുങ്ങുന്നത്. പിന്നെയും ഇയാളുടെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളൊരു തോട്ടിലോട്ട് പ്രിയ എത്തുകയാണ്. പിന്നെ അയാളെ അന്വേഷിക്കാനോ അയാളെ പിന്നാലെ പോകാനോ ഒന്നും പ്രിയ നിന്നില്ല. എന്നാലും ആ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് അവരെ കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ എക്സ്പെൻസസും കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം തൻ്റെ കുഞ്ഞിനെയും കൊണ്ട്
തൻ്റെ പാരൻസിൻ്റെ അടുത്തോട്ട് തിരിച്ചു പോവുമായിരുന്നു. അതിനുശേഷം അവർ കിട്ടുന്ന ചെറിയ 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 ജോലികളൊക്കെ ചെയ്തിട്ട് സിംഗിൾ മദറായിട്ട് ആ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുന്ന ഒരു ഇതിലായിരുന്നു അവരുടെ ഒരു ലൈഫും കാര്യങ്ങളും പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ വിജയുടെ കല്യാണം കഴിഞ്ഞതും അതേപോലെ തന്നെ ഒരു കുട്ടിയുള്ള കാര്യം ഒന്നും തന്നെ വിജയുടെ വീട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു. എന്തിന് മുംബൈയിലുള്ള ആളുടെ ബ്രദറിന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ വിജയ്ക്ക് വേണ്ടിയിട്ട് വീട്ടുകാർ കല്യാണവും കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തൻ്റെ ഭാര്യയെ ഒഴിവാക്കാനായിട്ട് തന്നെ വിജയ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ഓൾറെഡി താമസിച്ചിരുന്ന അഡ്രസ്സിലോട്ട് ഡിവോഴ്സ് നോട്ടീസും കാര്യങ്ങളൊക്കെ അയക്കുകയാണ്. എന്നാൽ ആ സമയത്ത് പ്രിയ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രിയ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഡിവോഴ്സ് നോട്ടീസൊന്നും അവർക്ക് കിട്ടിയില്ല. അതിനുശേഷം പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല. പിന്നെ എന്താ പറയുക, ആളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവാണ്. പ്രിയയുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവാണ്. അതിനുശേഷം 2015 വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചത് പ്രകാരം സന്ധ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അയാൾ കല്യാണം കഴിക്കുകയായിരുന്നു. ആ ഒരു വിവാഹത്തിൽ ആൾക്ക് 2 കുട്ടികളും ഉണ്ടാവുകയാണ്. അതിനുശേഷം മുംബൈയിൽ തന്നെ കഷ്ടപ്പെട്ട് ജോലിയെടുത്തു. അത്യാവശ്യം നല്ല സാലറിയും സെറ്റപ്പൊക്കെ ആയതിനു ശേഷം തൻ്റെ ഭാര്യയും മക്കളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതിനുശേഷം മുംബൈയിൽ തന്നെ നല്ല സ്കൂളിലൊക്കെ ചേർത്ത് കയറ്റി കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവരുടെ ലൈഫ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പ്രിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ കാര്യമൊക്കെ എന്താ പറയുക മറന്ന് കുട്ടിക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇയാളാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ലൈഫ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് 2024 മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റീല് കാണുകയാണ്. ആ റീല് വേറെ ആരുടേതും ആയിരുന്നില്ല, പ്രിയയുടേതായിരുന്നു. ആ ഒരു റീല് കണ്ടപ്പോൾ ഓൾറെഡി ആളുടെ ഫോണിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും. അവർക്ക് എത്ര വലിയ ഫോളോസോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും പെട്ടെന്ന് തന്നെ ഫീഡിൽ ആ ഒരു റീൽ വരികയാണ്. ആ ഒരു റീല് കണ്ടപ്പോൾ പിന്നെയും പ്രിയയുടെ അടുത്തോട്ട് പോകാനായിട്ടുള്ള ഒരു ത്വര ആൾക്ക് വരികയാണ്. അങ്ങനെ പ്രിയക്ക് വീണ്ടും മെസ്സേജ് അയക്കാണ്. പിന്നെ പ്രിയ തിരിച്ച് റിപ്ലൈ ചെയ്യാണ്. അതിനുശേഷം കുട്ടിയുടെ കാര്യം ചോദിച്ചു. അപ്പോൾ കുട്ടി ഇവിടെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രിയ ഫൈനാൻഷ്യലി വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും അവർ ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് അതിൽ നിന്നും ആൾക്ക് സാധിച്ചു. അങ്ങനെ വളരെ രഹസ്യമായിട്ട് പ്രിയയും ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പ്രിയക്കും അതേപോലെ തന്നെ ആളുടെ മകനും കൂടെ വേറൊരു വാടക വീട് എടുത്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആളവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വെള്ളമടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ സന്ധ്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ളൊരു മുന്നേ കല്യാണം കഴിഞ്ഞതിനെക്കുറിച്ചോ ഇതേപോലെ ഒരു കുട്ടിയുള്ളതിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇയാളെന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യയുടെയും കുട്ടികളുടെ അടുത്ത് നിന്ന് ഒരു ദിവസം ഒരൊറ്റ മുങ്ങൽ മുങ്ങും. എന്നിട്ടൊരു 5-6 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പിന്നെ വരുള്ളൂ. ചിലപ്പോൾ അതിലും കൂടുതൽ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുള്ളൂ. ആ സമയത്ത് ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല. എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഇതിൻ്റെ പേരിൽ ഇയാളെ കാണാതായിട്ട് സന്ധ്യ പലതവണ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പല സമയത്തും പോലീസുകാർ ഇയാളെ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആളുടെ മാരേജ് ലൈഫിൽ, അതായത് സെക്കൻഡ് മാരേജിൻ്റെ ആ ഒരു ലൈഫിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇയാൾ ഇപ്പുറത്തെ ഒരു ലൈഫിലും വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലൈഫായിരുന്നു ഇയാളുടേത്. അതേപോലെ തന്നെ സന്ധ്യ തൻ്റെ പ്രശ്നങ്ങളൊക്കെ വിജയുടെ ബ്രദറായിട്ടുള്ള സഞ്ജയനൊക്കെ വിളിച്ച് പറയുകയാണ്. അതേപോലെ തന്നെ വീട്ടുകാരുടെ അടുത്തൊക്കെ പറയുകയാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ ഈ ഒരു വിജയൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തൊക്കെ ആൾ വേറെ തരത്തിലായിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഒരാളെയും കൂസാത്തൊരു സ്വഭാവമായിരുന്നു ആളുടേത്. അങ്ങനെ പ്രശ്നങ്ങളിലൂടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സന്ധ്യയുടെ. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സന്ധ്യനെ ഒരാളെ പരിചയപ്പെടുത്തുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, പ്രിയയായിരുന്നു. പ്രിയനെ പരിചയപ്പെടുത്തി. എന്നിട്ട് എനിക്കിങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, ഇതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്കിങ്ങനെ ഒരു കുട്ടിയുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സന്ധ്യയുടെ അടുത്ത് പറയുകയാണ്. ഇത് കേട്ട് സന്ധ്യ ആകെപ്പാടെ ഷോക്കായി പോയി. അതായത് ഇതിനു മുൻപ്, അതായത് തന്നെക്കാട്ടിലും മുൻപ് ഇയാളുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്ന ഇവരൊക്കെ അപ്പോഴാണ് ആ ഒരു സന്ധ്യ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആളെ കാണാണ്ടാവാറുണ്ടായിരുന്നതൊക്കെ ആ ഒരു സ്ത്രീയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത് കൊണ്ടാണെന്നുള്ളതും ആ ഒരു സമയത്തായിരുന്നു ആള് മനസ്സിലാക്കിയിട്ടുണ്ടായത്. അങ്ങനെ തൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉത്തർപ്രദേശിലുള്ള തൻ്റെ അച്ഛനായിട്ടുള്ള രാംവിലാസിൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ്. അപ്പോൾ രാംവിലാസൊക്കെ ക്ഷമയോടുകൂടി കേൾക്കുകയാണ്. എന്നിട്ട് ആൾ പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പറ്റിയത് പറ്റി. നീ ഇപ്പോൾ കുറച്ച് നാൾ അവൻ്റെ കൂടെ അങ്ങനെ നിൽക്ക്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, സമാധാനപരമായിട്ട് നിൽക്ക്. എങ്ങനെയെങ്കിലും ആ ഒരു സ്ത്രീയെ ഒഴിവാക്കാനായിട്ട് നോക്ക്. ഇനിയിപ്പോൾ നിനക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് അവൾ ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് ആ അച്ഛൻ പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കാമുകിയെ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യയെ കൊല്ലുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് കരുക്കൾ നീക്കാൻ തന്നെ സന്ധ്യ തീരുമാനിക്കുകയാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈ ഒരു വിജയുടെ കൂടെ തന്നെ അവർ നിൽക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവരുടെ 3 പേരുടെയും ലൈഫ് മുന്നോട്ട് പോവുമായിരുന്നു. ഈ ഒരു സമയത്ത് വിജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ നന്നായിട്ട് മദ്യപിക്കുകയായിരുന്നു. അതേപോലെ തന്നെ സിബ്ലിങ്സിനായിട്ട് ഫുൾ അലമ്പാവാണ്. ചേട്ടനായിട്ട് സംസാരിക്കാറില്ല, പെങ്ങന്മാരായിട്ട് സംസാരിക്കാറില്ല, വീട്ടുകാരായിട്ട് അതായത് വീട്ടിലെ അച്ഛനമ്മനായിട്ട് സംസാരിക്കാറില്ല. അവർക്കാണെന്നുണ്ടെങ്കിൽ 10 പൈസ കൊടുക്കാറുമില്ല. അതേപോലെ തന്നെ ഗോരഖ്പൂർ പോകാന്നുണ്ടെങ്കിൽ സ്വന്തം വീട് തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാറില്ല. ഭാര്യയുടെ വീട്ടിലായിരുന്നു ആ സമയത്തൊക്കെ ആൾ നിന്നിരുന്നത്.
അപ്പോൾ അങ്ങനെ ആളുടെ ഒരു സ്വഭാവം അങ്ങനെയൊക്കെയായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സന്ധ്യയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രിയയെ കൊല്ലാം എന്നുള്ളതിനെക്കുറിച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാതെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതിനെക്കുറിച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാക്കി പ്രിയയെ കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് സന്ധ്യക്ക് മനസ്സിലായി. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവളെ ഇല്ലാതാക്കാം എന്നുള്ളൊരു പ്ലാനിലോട്ട് തന്നെ എത്തുകയാണ്. അങ്ങനെയാണ് ഇവർ ഒരു പ്ലാൻ ഇടുന്നത്. അതായത് സന്ധ്യയായിരുന്നു മെയിനായിട്ട് ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോരഖ്പൂരോട്ട് പോവാം 3 പേർക്കും കൂടെ, ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ. അങ്ങനെ ഈ ഒരു സന്ധ്യയും അതേപോലെ തന്നെ പ്രിയയും പിന്നെ ഈ വിജയും കൂടെ ഗോരഖ്പൂരോട്ട് മുംബൈയിൽ നിന്നും വിമാനം കയറുകയാണ്. ആ സമയത്ത് സന്ധ്യ തൻ്റെ കുട്ടികളെ വിജയുടെ ബ്രദറായിട്ടുള്ള സഞ്ജയുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പ്രിയ തൻ്റെ കുട്ടിയെ തൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടായിരുന്നു ഇവർ നേരെ ഗോരഖ്പൂരോട്ട് പോയത്. അവിടെ എത്തി അവർ 3 ദിവസത്തിനൊരു റൂം എടുത്തു. നല്ലപോലെ മദ്യമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 കുപ്പിയോളം മദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേര് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. അതേപോലെ തന്നെ കറങ്ങാനൊക്കെ പോവാണ്. അങ്ങനെ 1-2 ദിവസമൊക്കെ കഴിഞ്ഞു. അതായത് ജനുവരി 26-ാം തീയതി ആയിരുന്നു അവർ ഗോരഖ്പൂരോട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ 29-ാം തീയതിയായി. ഇതിൻ്റെ ഇടയിൽ സന്ധ്യയും വിജയും തമ്മിൽ പല രീതിയിലുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സന്ധ്യ വിജയുടെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ 2 പേരുടെയും വിവാഹം വീട്ടുകാരൊക്കെ ഉറപ്പിച്ച് നടത്തിയതാണ്. അപ്പോൾ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. നിന്റെ മറ്റൊരു ബന്ധം എന്ന് പറയാന്നുണ്ടെങ്കിൽ ആർക്കും അറിയില്ല. അതൊരു പ്രണയം എന്നുള്ളൊരു നിലക്ക് തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ. ഒരു കല്യാണം കഴിച്ചും കയറി നീ കുട്ടികളെ ഇപ്പോൾ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം വീണ്ടും നീ അവളുടെ ലൈഫിലോട്ട് ചെന്നത് കൊണ്ട് നിനക്ക് ചിലവ് കൂടുക എന്നുള്ളതല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. നീ ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ ജീവിതകാലം മുഴുവൻ ആ കൊച്ചിനെ നോക്കേണ്ടി വരും. കൊച്ചിനെ പിന്നെയും കുഴപ്പമില്ല, നീ അവളെയും കൂടെ നോക്കേണ്ടി വരും. അതെന്തായാലും വലിയൊരു ബാധ്യതയാവും. ഇന്നല്ലാന്നുണ്ടെങ്കിൽ നാളെ ഭയങ്കര പ്രശ്നമാവും. എന്തൊക്കെ തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവൾ ഇനി നിന്നെ വിട്ടു പോകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അവളൊരു ബാധ്യത ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവൾ ഇല്ലാതാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഈ ഒരു വിജയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നല്ല ഹൈയിലായിരുന്നു. ഈ സന്ധ്യയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. വിജയും കുറച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണ്, പ്രിയ എനിക്കൊരു ബാധ്യതയാണ് എന്നുള്ളൊരു തോട്ടിലോട്ട് എത്തുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും പ്രിയയെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഇവർ 2 പേരും എത്തുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഇതേപോലെ തന്നെ അവർ എന്താ പറയുക കുറച്ച് മദ്യവും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഹൈ ആയിട്ട് ഒന്നും ചെയ്യാൻ വരാത്ത കണ്ടീഷനിലായിരുന്നു. അങ്ങനെയാണ് ഒരു ഓട്ടോ വിളിച്ചിങ്ങായിട്ട് അവർ കാട് നിറഞ്ഞ ഏരിയയുടെ അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അവിടെ നിന്ന് മദ്യപിക്കാമെന്നായിരുന്നു പ്രിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് പ്രിയയെ കൊലപ്പെടുത്താന്നുള്ളതായിരുന്നു ഇവരുടെ 2 പേരുടെയും പ്ലാൻ. എന്നാൽ ഇവർ ആ ഓട്ടോയിൽ കയറി ആ ബാങ്കിൻ്റെ അവിടെ എത്തിയ സമയത്ത് ഈ ഓട്ടോക്കാരനും ഇവരും തമ്മിൽ അലമ്പുണ്ടാവാണ്. ഓട്ടോക്കാരൻ ആദ്യം പറഞ്ഞ ഫെയറിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അതിന് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ആകെ അലമ്പായി. അങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് നിന്ന് അലമ്പായിട്ടായിരുന്നു അവർ ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ആയിരുന്നല്ലോ ഈ ഒരു സ്ത്രീയുടെ വീടുണ്ടായിരുന്നത്, അതായത് സന്ധ്യയുടെ വീട്. നേരെ തന്നെ സന്ധ്യയുടെ വീട്ടിൽ പോയിട്ട് തൻ്റെ അമ്മായച്ചൻ്റെ കയ്യിൽ നിന്നും ആളുടെ സ്കൂട്ടർ വാങ്ങിയിട്ട് ഇവർ 3 പേരും കൂടെയും അവിടെ നിന്ന് പോവായിരുന്നു. ആ ഒരു കാട് ഭാഗത്തോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഓൾറെഡി മദ്യപിച്ച് ലെക്ക് കെട്ടിയിരുന്നിരുന്ന പ്രിയയെ ഇവർ 2 പേരും കൂടെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവരുടെ കൈമലും കാലുമലും ഉണ്ടായിരുന്ന ഓർണമെൻറ്റ്സും കാര്യങ്ങളും കംപ്ലീറ്റ് എല്ലാം ഇവർ അഴിച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കുകയാണ്. അതായത് ഒരു തെളിവും അവിടെ ബാക്കി വെക്കാത്ത രീതിയിൽ അവിടെ കംപ്ലീറ്റ് സാധനങ്ങൾ അഴിച്ചെടുത്തങ്ങായിട്ട് പൂർണ്ണ നഗ്നയാക്കിയിട്ട് ആ ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഫേസ് കണ്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കല്ലെടുത്തങ്ങായിട്ട് മുഖം അടിച്ച് ചതക്കുകയും ചെയ്തു. അപ്പോൾ ഒരു അനാഥമായിട്ടുള്ള ജഡം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാരെങ്ങനെയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതാരാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. കാരണം ഇവരുടെ മിസ്സിംഗ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ മറ്റൊക്കെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് മുമ്പേ ആ ഒരു ഏരിയയിലായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അതും അങ്ങനെ കുറേ സമയം എടുക്കും. അതൊക്കെ ഇവരെ കാണാനില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടെത്തി ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തിരിച്ചെത്തി അതോ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ പ്രത്യേകിച്ച് വലിയ തെളിവുകളോ കാര്യങ്ങളൊന്നും ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവാമെന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സ് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ റോബോട്ട്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്ലൈറ്റിൽ കയറി പോയതും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പോലീസിന് മനസ്സിലാക്കിയിട്ട് നൈസായിട്ട് ട്രാക്ക് ചെയ്ത് വരാനും സാധിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അതിനുള്ളിൽ എസ്കേപ്പ് ആവാന്നുള്ളതൊക്കെ ആയിരുന്നു ഇവരുടെ പ്ലാൻ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അവിടെ വെച്ചിട്ട് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവർ 2 പേരും തിരിച്ച് സ്കൂട്ടറിൽ പോവാണ്. അപ്പോൾ പോലീസുകാർ പിന്നീട് CCTV ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഈ ഓട്ടോറിക്ഷക്കാരനായിട്ട് അലമ്പുണ്ടാവുന്നതും പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. പിന്നെ 3 പേർ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്നതും തിരിച്ച് 2 പേര് മാത്രം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ വിഷ്വലൊക്കെ കണ്ടപ്പോഴാണ് പോലീസിന് ആ ഒരു സംശയം ഉണ്ടാവുന്നതും പിന്നീട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്യലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നതും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ പിന്നാലെ തന്നെ പോലീസുകാർ സന്ധ്യയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ബോഡി ആരുടേതാണ്, അതേപോലെ തന്നെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, ആരാണ് കൊലപ്പെടുത്തിയതെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയായിരുന്നു. അതേപോലെ തന്നെ പ്രിയയുടെ റിലേറ്റീവ്സിനൊക്കെ വിവരം അറിയിക്കായിരുന്നു, സിസ്റ്റേഴ്സിനെ വിവരം അറിയിക്കായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞ സിസ്റ്റേഴ്സ് ആകെപ്പാടെ ഷോക്കായി പോയി.
തങ്ങളുടെ സഹോദരിയെ ആ ഒരു നിലയിൽ കാണാനായിട്ട് തങ്ങൾക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അവർ പറയുമായിരുന്നു. എന്നാലും അവസാനം പോലീസിൻ്റെ നിർബന്ധപ്രകാരം അവർ ഗോരഖ്പൂരിലോട്ട് വന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് ബോഡി ഏറ്റുവാങ്ങുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായത്. ഈ ഒരു കേസിൽ പോലീസുകാർ വിജയെയും അതേപോലെ തന്നെ ആളുടെ വൈഫായിട്ടുള്ള സന്ധ്യയെയും സന്ധ്യയുടെ അച്ഛനായിട്ടുള്ള രാംവിലാസിനെയും കസ്റ്റഡിയിലെടുത്തു. അവർ 3 പേരും ഇപ്പോൾ ജയിലിലാണ്. കേസും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസിൽ എന്തൊക്കെ വിധി വരും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.